മച്ചൻ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തതിന് ഫാൻസി പ്രാവുകളുടെ ഒരു ഷോ ഉള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അത് ഫാൻസി ബ്രീഡിൽ തന്നെ ഒരു സിംഗിൾ ഐറ്റം ജാക്കോബിൻ എന്ന് പറയുന്ന ഒരു ബ്രീഡിൻ്റെ ഒരു ഷോ ഉണ്ട് നമ്മളെ തിരൂരങ്ങാടി നടക്കുന്നത്. നമ്മളെ മൻസൂർ ഖാൻ്റെ ലോഫ്റ്റിലാണ് നടക്കുന്നത്. അപ്പം രാവിലെ തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഇനിയിപ്പം തുടങ്ങും. അപ്പോൾ ഏകദേശം എല്ലാം ബേഡുകളെല്ലാം കൊണ്ടുവന്ന് സെറ്റാക്കുന്നേ ഉള്ളൂ. ഒരു സിംഗിൾ ബ്രീഡിൻ്റെ ഷോ ആണ്. അപ്പം മുഴുവൻ വീഡിയോ നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് പല ആളെയും നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പം വഴിയായിട്ട് ഒരാളായിട്ട് നമ്മൾ പരിചയപ്പെടുത്താം. അപ്പം ഞാൻ പറഞ്ഞ മൻസൂർ ഭായിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മൻസൂർ ഭായി നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? അപ്പോൾ മൻസൂർ ഭായി എല്ലാം ഇതിൻ്റെ മുൻനിരയിലുള്ള ആൾക്കാർ മൻസൂർ ഭായി, രഞ്ജിത്താത്തൻ എല്ലാവരെയും വഴി പരിചയപ്പെടാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ഇപ്പം രാവിലെ തന്നെ കുറച്ച് തിരക്ക് കുറവായതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് മൻസൂർ ഭായിനെ. അപ്പോൾ മൻസൂർ ഭായി ആരാണ്? നമ്മളെ ജഡ്ജ് ആരാണ്? ജോർദാനുള്ള കൊർമുർദി പറഞ്ഞ ഒരാളാണ്. ജോർദാനിലാണ് ജഡ്ജാണ്. ഒരു മാസ്റ്റർ ട്രേഡറാണ്. ജാക്കോബിലൊക്കെ ചാമ്പ്യനായ ഒരാളാണ്. അപ്പോൾ നല്ലൊരു ഷോ തന്നെ നമുക്ക് ഇന്ന് ഇവിടെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. നമ്മള് സ്പെഷ്യാലിറ്റി ഷോ ജാക്കോബിന് ഫസ്റ്റ് ടൈമാണ്. ജാക്കോബിന്റെ ഫസ്റ്റ് ടൈം ആകുമല്ലേ? അതെ. പിന്നെ ഇത് വെച്ചാല് ഞാൻ ഇത് മാത്രല്ല, നമ്മള് എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ്. നല്ല ടീം വർക്കാണ്, അടിപൊളിയാണ്. ഷാഹിദ് ആയാലും രതീഷ് ആയാലും ഷറഫു ആയാലും പിന്നെ സുഹൈല് ഇവരൊക്കെ അടിപൊളിയായിട്ട് അതെ അതെ. പിന്നെ ഇതന്നെ പിന്നെ വേറെ ഫുള്ള് പ്രത്യേകിച്ച് വേണ്ടത് രഞ്ജിത് ഭായും ഷാഹിദും ഇവരൊക്കെ അതിന്റെ ബാക്കിൽ ഒരുപാട് നല്ല കഠിനാധ്വാനം ചെയ്തിരിക്കുന്നത് ഓരോ കാര്യത്തിലും. അപ്പൊ ഇത് നിങ്ങളെ ലോഫ്റ്റിൽ തന്നെയാണ്? ലോഫ്റ്റിലല്ല, നമ്മളെ വീട്ടിലാണെന്ന് പറയാം. ലോഫ്റ്റ് പുറകിലാണ്. അപ്പൊ നമ്മള് ഷോ പ്രമാണിച്ച് നമ്മളാരും ലോഫ്റ്റിലോട്ട് വിസിറ്റിംഗ് ഇല്ല. ഇതിപ്പം ബ്രീഡേഴ്സ് മാത്രമാണല്ലേ? ബ്രീഡേഴ്സ് മാത്രം. നമ്മൾ ക്ഷണിക്കപ്പെട്ട ആൾക്കാരും പിന്നെ ഗസ്റ്റുകളും നമുക്ക് അങ്ങനെ മാത്രമേ ഉള്ളൂ. സാധാരണ ഷോ നടത്തുന്ന പോലെ ഒരു ഹാളില് നടത്തി അത് ജഗബോഗായിട്ട് പിന്നെ എന്താ പറയാ അങ്ങനത്തെ ഒരു ഇതല്ല. അത് വേറൊരു ഫീൽ ആയിക്കാരം. മറ്റേ ഷോകളെ പോലെ ആയിരിക്കില്ല. അത് വേറെ ലെവല്, ഇത് വേറെ ഒരു ലെവലാണ്. വ്യത്യസ്തമായിട്ട് ചെയ്യാം. സ്പെഷ്യാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അതായിരിക്കും നല്ല കാര്യം എന്നാണ് നമ്മളൊക്കെ മനസ്സിലുള്ളത്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ തന്നെ മൻസൂർക്ക. താങ്ക് യു മൻസൂർക്ക. നമുക്ക് ഒരാളെയായിട്ട് ഇനി കാണാം. രഞ്ജിത്തേട്ടാ നമസ്കാരം. നമസ്കാരം. ഉഷാറല്ലേ? അപ്പൊ നമ്മളെ ഷോനെ പറ്റിട്ടൊന്ന് ചെറുതായിട്ടൊന്ന്. തീർച്ചയായും ഇതൊരു ഡ്രീം മൊമെന്റ് ആണ്. യുണൈറ്റഡ് പീജിയൻ ക്ലബിന്റെ ഒരു സ്പെഷ്യാലിറ്റി ക്ലബായ ജാക്കോബിൻ ബ്രീഡേഴ്സ് ക്ലബിന്റെ ഫസ്റ്റത്തെ ഷോ ആണെന്ന്. നമ്മൾ വളരെ കുറച്ച് ബ്രീഡേഴ്സേ ഉള്ളൂ ഇന്ത്യയിൽ ജാക്കോബിനെ ഫോക്കസ് ചെയ്തിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഷോ അല്ല ജാക്കോബിന്റെ സ്പെഷ്യാലിറ്റി ക്ലബ് ഷോ ആണ്. ഒരുപാട് ക്ലബ്സ് ഇതിനു മുമ്പ് സ്പെഷ്യാലിറ്റി ക്ലബ് ഷോ ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ട്. ഇത് ജാക്കോബിൻസിന്റെ സ്പെഷ്യൽ ഷോ ആണ്. ഇന്ത്യയിൽ ജാക്കോബിൻ ബ്രീഡേഴ്സിന്റെ എണ്ണം നോക്കിയാൽ തന്നെ വളരെ ചുരുക്കമാണ്. അതായത് ഒരു ലുലു മോള് പോലെ ഒരുപാട് ബ്രീഡ് വളർത്തുന്നവരുണ്ട്, പക്ഷെ ജാക്കോബിൻ ഫോക്കസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഈ അടുത്ത് ബഹ്റൈൻ ജാക്കോബിൻ ക്ലബിന്റെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. നജീബ് റാഫിസർ പോസ്റ്റ് ചെയ്ത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബാണ് നമ്മൾ ഇവിടുത്തെ ജാക്കോബിൻ ക്ലബ്. അതായത് ക്ലബ് മാത്രമല്ല, ആ ബ്രീഡേഴ്സ് ഒരു 2018 ഇങ്ങോട്ട് നോക്കിയാൽ അവരെ വളർച്ച എന്ന് പറയുന്നത് ശരിക്കും അസൂയാവഹമാണ്. ദൈവം സഹായിച്ചിട്ട് വളരെ നന്നായിട്ടും അത് ദൈവത്തിന്റെ അനുഗ്രഹവും ആ ആൾക്കാർക്ക് അതിനോടുള്ള ഒരു ആത്മാർത്ഥതയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ കൊല്ലം ജാക്കോബിൻ ബ്രീഡ് ചെയ്തിട്ട് ഇപ്പൊ പലരും പറയുന്നുണ്ട് മാർക്കറ്റ് ഇടിഞ്ഞു പോയി എന്നൊക്കെ. പക്ഷേ ഈ കുട്ടികൾ ഇവിടെയുള്ള ബ്രീഡേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ ഒരു ബേർഡ് പോലും അവരിൽ കൊടുക്കാനുണ്ടാവില്ല. ഇപ്പൊ സൂറത്ത് നിന്നാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് വന്ന് നമ്മളെ ബേർഡ്സിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. സൂറത്തിൽ നടത്താൻ പോകുന്ന ഷോയിലെ ഒട്ടുമിക്ക ബേർഡ്സും ഇവിടുന്ന് പോയ ബേർഡ്സ് ആണ്. അപ്പോൾ അതാണ് ഷോനെ കുറിച്ച് വളരെ ചുരുക്കം പറയാനുള്ളത്. ഇത് ഒരിക്കലും നമ്മള് പൈസ മോഹിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ അതിൽ എഫേർട്ട് ഇട്ട് ചെയ്താൽ നമ്മൾ റിട്ടയർ ചെയ്യുന്ന ആ സമയമാകുമ്പോഴേക്കും നമ്മൾ നല്ലൊരു റവന്യൂ അതിന് വരുന്ന മാത്രമല്ല ആ പേരും പെരുമയും അത് വേറെ എവിടെയും കിട്ടില്ല. ഇതിലൂടെ കിട്ടുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്, നമ്മള് ലോകം മുഴുവൻ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ത്രൂ ജാക്കോബിൻസ്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ള. ആ കൂട്ടായ്മയാണ് ആവശ്യം. ഒരുപാട് നല്ല ജാക്കോബിൻസിൽ നിന്ന് കാണാൻ പറ്റല്ലേ?
അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇപ്പൊ ജാനുവരിയിൽ പെട്ടെന്ന് മഴ പെയ്തു. അപ്പൊ അതുകൊണ്ട് ബേർഡ്സ് നല്ലതാണെങ്കിലും അതിന് ആ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഇന്ന് നമുക്ക് നിർവാഹമില്ല. കാരണം ബേർഡ്സ് അധികം മോൾട്ടിങ്ങിലാണ്. അത് പിന്നലെ ജഡ്ജ് വന്നപ്പോഴും പറഞ്ഞു, അത് ഇന്ത്യയിലെ പ്രശ്നം മാത്രമല്ല, വേൾഡ് മുഴുവൻ ഇപ്പോഴത്തെ ഷോ നോക്കുകയാണ്. ഇന്നലെ കുവൈറ്റ് ഷോ നോക്കിയാലും വിൻ ചെയ്ത ബേർഡ് പോലും അതിന്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബെസ്റ്റ് ബേർഡ്സ് ആണ് ബെസ്റ്റ്. അതുപോലെ തന്നെയാണ് നമ്മളെ ബേർഡ്സും. എന്നാലും നമ്മളെ കഴിവിന്റെ പരമാവധി നമ്മൾ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് എന്റെ ബേർഡ് നിങ്ങളെ ബേർഡ് എന്നല്ല, നല്ല ബേർഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അത് തന്നെ ആവട്ടെ ഇന്നത്തെ അജണ്ട. ഷോയുടെ ഒരു ബ്രീഫിംഗ് ആദ്യം പറയാം. ഒരു ബ്രീഡറും കൂടെ വരാനുള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും വിചാരിച്ചത് യെല്ലോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അതിന് ഡിലേ ആയതുകൊണ്ട് നമുക്ക് AOC any other color category സ്റ്റാർട്ട് ചെയ്യാം. It's my pleasure and great honor for Jacobin Breeders Club, which is a specialty club of UPC, United Pigeon Club, to welcome our dear judge, Mr. Mohd Kurdi, all the way from Jordan. He's an expert in breeding out the best birds which you can.
ഇത് ഡെവലപ്പ് ചെയ്ത് ഈ രൂപത്തിലാക്കി ഇന്ന് നമ്മൾ വീണ്ടും അവരെ വാങ്ങിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഇന്ത്യയിൽ ജനിച്ച ബേർഡ്സാണ്. ഇതിന് മോഹ വിലയാണ്, ഇതിന് ഇന്ന വില എന്നില്ല. അതുപോലെ ഇതിൻ്റെ ബ്രീഡർ ആരാ, അയാളുടെ റെപ്യൂട്ടേഷൻ, പിന്നെ ആ ബേർഡ് എത്ര ഷോയിൽ ഇതിന് പറക്കാൻ പറ്റില്ല. ഇതേപോലെ സ്റ്റാൻഡേർഡ് ഉണ്ട് ഓരോ ഇതിനും. ഇത് ലോകം മുഴുവൻ ഈ ഒറ്റ സ്റ്റാൻഡേർഡാണ്, ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പാണ് വെച്ചാൽ ഈ ബേർഡ് ഔട്ടാണ്. ഈ ബേർഡ് ഈ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു ആർമിയിൽ ഒരാൾ നിൽക്കുന്ന പോലെ അത് ലേശം ബാക്കൗട്ട് ആയത് ഔട്ടാണ്. ഇങ്ങനെ 100,000 കാര്യം നോക്കിയിട്ടാണ് ഒരു ബേർഡിനെ ബ്രീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫീഡ് കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ പ്രോട്ടീൻ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഇതിൻ്റെ ഫീഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ വൃത്തി, ഇതിൻ്റെ മേറ്റ് ഒരു പേടിച്ചൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ Any best in class, right? Sabi, welcome. അദ്ദേഹം പക്ഷെ ആ അശ്രദ്ധ കൊണ്ട് ആ ബേർഡിന്റെ നെയിം കാണാം ഒക്കെ അല്ല ചെയിൻ എല്ലാം വെറ്റായിട്ട് ഫുൾ ഈ ബേർഡ് കുളിച്ചു ഓടാൻ വന്നിട്ട്. പക്ഷെ ഇതിൽ വീട്ടിലാകേതോ ശ്രദ്ധിക്കാനിട്ട് ആ ബേർഡ് വെള്ളത്തെ കളിച്ച് വെറ്റായിപ്പോയി. ഈ ബ്ലാക്ക് നല്ല 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 കളറാണ്. ഫെദർ ക്വാളിറ്റി ഇതിൻ്റെ അടുത്ത ബ്രീഡിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇതും ജാസ്മിൻ തന്നെയാണ്. ഇത് ജാസ്മിൻ ലോ.
in show, Mansoor Bhai. അതാണ് മൻസൂർ ഭായി ഞങ്ങളെ മുഖത്തൊരു ചെറിയ പ്രതീക്ഷിക്കുന്നു. റിസർവ് രഞ്ജിത്ത് ബൽറാം, ഷീബ, റഫീഖ്. തേർഡ് സെക്കൻഡ് റിസർവ് ഷറഫു. Judge to come forward. Best cock, yellow. Second reserve, cock, yellow. Second reserve. Holding it. Sir, just holding. Okay. ഹന്നല് വിൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ജാക്കോബിൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്രാവശ്യം പക്ഷേ യെല്ലോ കാറ്റഗറിയിൽ ഒരുപാട് ഹെൻസ് ഉണ്ട്. യെല്ലോ ഹെന്നില് ഫസ്റ്റ് ഞാൻ തന്നെയാണ്, 95 പോയിന്റ്സ്. എനിക്ക് ഏറ്റവും സന്തോഷം. സെക്കൻഡ് രതീഷ്. തേർഡ് മൻസൂർ ഭായ്. ഇനി ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. ബെസ്റ്റ് യങ് ഹാൻ, ബെസ്റ്റ് യങ് ഹാൻ ജമീൻ. once again congratulations. Best opposite sex, റെഡ് കോക്കില് ഫസ്റ്റ് ഞാനും എൻ്റെ ഫാമിലിയാണ്. 97 പോയിന്റ്സ്. ഈ സെയിം ബേർഡ് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ പറയാം, UPCയിലെയും വിന്നറായിരുന്നു കഴിഞ്ഞ കൊല്ലം. അന്നത് യങ് ബേർഡായിരുന്നു. Six points. ജമീൻ, അദ്ദേഹത്തിന്റെ ബ്രദറാണ് ബാച്ച് കളക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ഞങ്ങളെ ക്ലബിന്റെ അഭിമാനാണ് ഷറഫുദ്ദീൻ. എനിക്ക് വാക്കുകളില്ല അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ. റിസർവ് വിത്ത് 93 പോയിന്റ്സ്. Please, he moves easily, you can say. All kind of stations, yeah, he will be coming there. And he himself is a celebrity by himself. He's a vlogger. Amazing place to go. മുനീർ ഇബ്രാഹിം ബിജോഷ്, അവരൊരു കൂട്ടുകെട്ടാണത്. മുനീർ ഭായ്, ഇക്ബാൽ, വെൽക്കം. ഇനി അടുത്തത് തേർഡ്, അതായത് സെക്കൻഡ് റിസർവ് ജമീമാണ്.
അദ്ദേഹം ജർമ്മനിയിലാണ്. എന്നിട്ട് നമ്മൾ ഒറ്റ കോളിൽ ഏകദേശം 10 ബേർഡ്സിന് രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിന്റെ ബ്രദറാണെന്ന് ബേർഡിനെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്പെഷ്യൽ അപ്രിസിയേഷൻ. ഹിസ് ബ്രദർ ഇസ് ഇൻ ജർമ്മനി who keeps bird and he takes care of them. ഇനി അടുത്തത് ബെസ്റ്റ് ഇൻ ക്ലാസ് യെല്ലോ, അതായത് കോക്കും കണ്ണും എല്ലാം അതിൽ നിന്ന് വിൻ ചെയ്തിട്ട് അവരെല്ലാം കൂടി ഒരുമിച്ച് ജഡ്ജ് ചെയ്യുന്നത്. അതില് ബെസ്റ്റ് യെല്ലോ കോക്കാണ്, മൻസൂർ ഭായ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്. ബെസ്റ്റ് ഇൻ ക്ലാസ് യെല്ലോ ഗോസ് ടു മൻസൂർ ഭായ്. അതില് ബെസ്റ്റ് യെല്ലോ സെക്കൻഡും അതായത് റിസർവും സെക്കൻഡ് റിസർവും ഞാൻ തന്നെയാണ്. ജാക്കോബിൻസിൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബേർഡ്സ് ബ്രീഡ് ചെയ്യുന്ന ഒരു ബ്രീഡറാണ്. ഇന്നത്തെ ഇതിൽ കമന്റ് ആവും. നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ മില്ലി ബാറിൽ ഇത്രയും നല്ലൊരു ബേർഡിനെ ബ്രീഡ് ചെയ്ത്, അതായത് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ കുട്ടി എടുക്കുന്നതല്ല, അദ്ദേഹം ഇവിടെയുള്ള ബേർഡ്സിനെ ഡെവലപ്പ് ചെയ്ത് അതിന് ബെസ്റ്റ് ക്രീം ബാർ റിസർവ്, ബെസ്റ്റ് ഇൻ ക്ലാസ് റിസർവ് ജമീൻ. കൺഗ്രാറ്റ്സ്. അതെന്റെ ബേർഡ് തന്നെയാണ്. സോ ബെസ്റ്റ് ഇൻ ക്ലാസ് റെഡ്. That's a 2022 bird which has won the second reserve. And the reserve is my team, Rafiq and Ranjit. ഒരു അദ്ദേഹം റഫീഖ് വന്നിട്ടില്ല, മിസ്റ്റർ റഫീഖ്. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ബേർഡ് സെറ്റ് ചെയ്യാൻ പറ്റിയതും ഇനി ഈ ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. ഈ വേളയിൽ ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. A champion is always a champion. And Mansoor Bhai, Best in Show 2024, Jacobin Breeders Club, which is a specialty club of United Pigeon Club. So together we have done it. It's a great achievement. Proud of our team. Thank you UPC. Thank you everyone. On this occasion, I would like to thank Mansoor Bhai, his family, the restaurant which catered us with the best hospitality ever. Privilege to be here, and more than that, to have you here as a judge. It gives us more than exciting moments, because you're one of the most promising young, way ahead, young Jacobin breeder and enthusiast. Regarding UPC is one of the first club in India which started a systematic way of showing